അങ്കമാലി വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാളും പുതുനായരും 19-ന് തുടങ്ങും. അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്കയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാളും പുതുനായറും ഏപ്രിൽ 19 മുതൽ മെയ് 4 വരെയുള്ള തീയതികൾ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 19-ാം തീയതി നൊവേനയോട് കൂടിയാണ് നമ്മൾ ഈ വർഷം ആരംഭിക്കുന്നത്. ദുഃഖശനിയാഴ്ച. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കമ്മിറ്റി അംഗങ്ങളുടെയും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കും തിരുനാൾ ദിനങ്ങളായ ഏപ്രിൽ 27 തിരുനാൾ കുർബാനയോട് വൈകിട്ടത്തെ കുർബാനകൾക്ക് ശേഷം അങ്ങാടി പ്രദക്ഷിണത്തിന് ശേഷം നമ്മൾ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം വലിയൊരു പ്രോഗ്രാമും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാനാജാതി ആൾക്കാരും സംബന്ധിക്കുന്ന പെരുന്നാളായതുകൊണ്ട് അതിവിപുലമായി തന്നെ നമ്മൾ ഈ വർഷം ആഘോഷിക്കുന്നുണ്ട്. ആട്ടം കലാസമിതിയുടെ ഒരു പ്രോഗ്രാമും കൂടി ഈ വർഷം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 28-ാം തീയതി പട്ടണ പ്രദക്ഷിണം വളരെ ആഘോഷപൂർവ്വം തന്നെ നടത്തുന്നുണ്ട്. അനുദിനം പ്രാർത്ഥിച്ചും കൃത്യമായ ഒരുക്കങ്ങൾ നടത്തിയും ഇടവക സമൂഹത്തെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് ദൈവാനുഗ്രഹപ്രദവും മനോഹരവുമായ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇടവക ജനമെന്ന് ബസിലിക്ക റക്ടർ റവറൻഡ് ഫാദർ ലൂക്കോസ് കൂത്തൂർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ ഞായറാഴ്ച തിരുനാൾ ഇപ്രകാരം ആഘോഷിക്കുവാനായിട്ട് ഇവിടുത്തെ തിരുനാളുമായിട്ട് ബന്ധപ്പെടുത്താൻ ഇടവന്നതിൻ്റെ കാരണം തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം പേര് മലയാറ്റൂർക്ക് പോകുന്നവർ ഇവിടെ വന്ന് വിശ്രമിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അടിമ വെച്ച് മലയാറ്റൂർക്ക് പോകുന്ന പതിവും തിരിച്ച് ഇതേ പാതയിലൂടെ പോകുന്ന രീതിയുമായിട്ടുണ്ടാകും. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടെ ഇതിനെ ചുറ്റി ഒഴുകുന്ന മാഞ്ഞാലി പുഴയുടെ സാന്നിധ്യമാണ്. ജലമാർഗമുള്ള സഞ്ചാരപാത വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്ര സംഭവം നമ്മളെ പഠിപ്പിക്കുക. ജോബൽറ്റ് ആറ്റുപുറം ജനറൽ കൺവീനറായി 150 അംഗ കമ്മിറ്റിയാണ് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. AD 450 സ്ഥാപിച്ച അങ്കമാലി പള്ളിയിൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന പുതുനായറിനോടനുബന്ധിച്ച് ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പതിവ് ആദ്യകാലം തൊട്ട് നിലനിന്നിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ വിശ്വാസികളുടെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് അങ്കമാലി. വിശുദ്ധ തോമാശ്ലീഹയുടെ മലയാറ്റൂരിലേക്കുള്ള സഞ്ചാരപാതയാണ് അങ്കമാലി എന്നതാണ് പ്രാധാന്യം. മലയാറ്റൂർ വിശുദ്ധ തോമാശ്ലീഹയുടെ മധ്യസ്ഥം തേടി പോകുവാൻ ആദ്യം അങ്കമാലി പള്ളിയിൽ വന്ന് വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ സന്നിധിയിൽ അടിമയിരിക്കുന്ന പതിവ് ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട്. വടി എഴുന്നള്ളിക്കലാണ് പ്രധാന നേർച്ച. ദൂരദേശങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ ധാരാളം എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അങ്കമാലി വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ പള്ളി. ഈ വർഷം തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജനറൽ കൺവീനർ അറിയിച്ചു. കിഴക്കേപ്പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ഹോർമീസ് ദേവാലയത്തിൽ ഏപ്രിൽ 25 വെള്ളിയാഴ്ച രാവിലെ കൊടി ഉയർത്തും. ബസിലിക്ക ദേവാലയത്തിൽ ഏപ്രിൽ 26 ശനിയാഴ്ച വൈകിട്ട് കൊടി ഉയർത്തും. ഏപ്രിൽ 27 പുതുനായറിലും ഏപ്രിൽ 28 വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ തിരുനാൾ ദിനത്തിലും രാവിലെ മുതൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അടിമ വയ്ക്കുവാനും വടി എഴുന്നള്ളിക്കാനും അവസരം ലഭിക്കും. തിരുനാളിന്റെ അങ്ങാടി പ്രദക്ഷിണം ഏപ്രിൽ 27 ഞായറാഴ്ചയും ആഘോഷമായ പ്രദക്ഷിണം ഏപ്രിൽ 28 തിങ്കളാഴ്ചയുമാണ്. പ്രദക്ഷിണങ്ങളിൽ നോമ്പ് നോക്കി നിയോഗം വെച്ച് കുട, കുരിശ് എന്നിവ വഹിക്കുന്ന പതിവും ഈ തിരുനാളിന്റെ പ്രത്യേകതയാണ്. വാദ്യമേളങ്ങളും ശിങ്കാരിമേളങ്ങളും ടാബ്ലോകളും നിറഞ്ഞ പ്രദക്ഷിണത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും. ഈ വർഷത്തെ തിരുനാളിന്റെ മോടി കൂട്ടുന്നതിനായി ഏപ്രിൽ 29 മുതൽ മെയ് 2 വരെ വൈകിട്ട് വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്നുണ്ട്. പത്രസമ്മേളനത്തിൽ ഡോക്ടർ റവറൻഡ് ഫാദർ ലൂക്കോസ് കുത്തൂർ, സഹവികാരിമാരായ ഫാദർ ആൻസൺ നെടുമ്പറമ്പിൽ, ഫാദർ ജെൻസ് പാലച്ചുവടിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോബൽറ്റ് ആറ്റുപുറം, ട്രഷറർ പോളച്ചൻ ഇടശ്ശേരി, ജോയിന്റ് കൺവീനർ KT കോക്കൽ, സെക്രട്ടറി സുനിൽ ചെറുമടത്തിൽ, വൈസ് ചെയർമാൻ ബാസ്റ്റിൻ D പാറയ്ക്കൽ, കൈക്കാരന്മാരായ ഷാൻഡു പടിയാറ്റിൽ, ദിൻസ് പാറോക്കൽ, വിവിധ തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ റിൻഡോ ഡേവിസ്, ജിബി വർഗീസ്, ഷെറിൻ കാക്കനാടൻ, ബാബു മഞ്ഞളി, ജെസ്സി ജോസ്, വീന മാർട്ടിൻ, ആൽബർട്ട് ഇരുമ്പൻ, ജാർവിൻ കല്ലേലി, ബിജു വർഗീസ്, ജിജു മുണ്ടാടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലടി.